തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം. പൂച്ചട്ടികൾ നശിപ്പിക്കുകയും തക്കാളി എറിയുകയും ചെയ്തു. നീതി നടപ്പാക്കണം എന്നെഴുതിയ പ്ലക്കാർഡ് എടുത്ത് ഒരു സംഘം വീടിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, അറസ്റ്റിനും ജാമ്യത്തിനുമൊക്കെ ശേഷം വീണ്ടും ഇപ്പോൾ ആ വിവാദം പുകയുകയാണ്. അവിടെ അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണമുണ്ടാകുന്ന സാഹചര്യം. ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള അല്ലു അർജുന്റെ വീടിന് മുമ്പിലാണ് വീട്ടിലേക്കാണ് അല്പസമയം മുമ്പ് വൈകുന്നേരം ആക്രമണം ഉണ്ടായത്. പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഉസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ആണ് ഈ ആക്രമണം നടത്തിയതെന്നാണ്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘമാണ്. പോലീസ് ഇവരെ ഐഡന്റിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. 8 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉസ്മാനിയ സർവകലാശാലയുടെ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി JAC അംഗങ്ങളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 8 പ്രതിഷേധക്കാർ എന്നാണ് പറയുന്നത്. ഇവർ കഴിഞ്ഞ ദിവസം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് സന്ധ്യ തിയേറ്ററിൽ ഉണ്ടായ വലിയ തെക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീയുടെ കുട്ടി ഇപ്പോഴും വലിയ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ഇതിന്റെ ഒരു ബാക്കിയായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതാനും ചെറുപ്പക്കാർ ഈ വീട്ടിലേക്ക്, അല്ലു അർജുന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇവരെ ഗേറ്റിലുണ്ടായിരുന്ന ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാരും കാവൽക്കാരും ഒക്കെ തടഞ്ഞു, സെക്യൂരിറ്റിമാർ. പക്ഷേ അതൊക്കെ ഭേദിച്ചുകൊണ്ട് ഇവർ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. കല്ലെറിഞ്ഞു, തക്കാളി വലിച്ചെറിഞ്ഞു, പൂന്തോട്ടത്തിലെ ധാരാളം ചെടിച്ചട്ടികൾ നശിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും ഈ പുഷ്പ 2 പ്രീമിയർ ഷോയിൽ അല്ലു അർജുൻ പങ്കെടുത്തു. ഇത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി, ആരാധകരുടെ തള്ളിക്കയറ്റം ഉണ്ടാക്കി. അതിനിടയിൽ ദാരുണമായ ഈ സ്ത്രീയുടെ മരണം ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായ ചാർജ്. അതിൽ കേസെടുക്കുകയും അദ്ദേഹം അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ഒക്കെ ചെയ്ത വാർത്ത നമുക്ക് നേരത്തെ അറിയാവുന്നതാണല്ലോ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം അല്ലു അർജുൻ ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറിയതെന്നൊക്കെ അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഏതാനും ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത്. ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചിട്ടും ഈ ചെറുപ്പക്കാരുടെ കൂട്ടം ഉള്ളിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. 8 പേരാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ ഉസ്മാനിയ സർവകലാശാലയിൽ ഒരു സംഘടനയുടെ, അതായത് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയുടെ പ്രവർത്തകരായ ചെറുപ്പക്കാരാണ് അറസ്റ്റിലായത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ലക്ഷ്മി, ശരി. അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് സുജിത് ചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.